നിലമ്പൂരിൽ നിന്ന് വി അരുൺ നമുക്കൊപ്പം ചേരുന്നു. അരുൺ, താരപ്രചാരണം തന്നെ നടക്കുന്നു UDF-നെ സംബന്ധിച്ചിടത്തോളം. LDF-നെ സംബന്ധിച്ചിടത്തോളം പ്രിയങ്ക ഗാന്ധി കൂടി എത്തിയതോടുകൂടി UDF ക്യാമ്പ് വലിയ ആവേശത്തിൽ. ആ തരത്തിൽ മഴ പോലും മറികടന്നുകൊണ്ടുള്ള പ്രവർത്തകരുടെ പങ്കാളിത്തം റോഡ് ഷോയിൽ വ്യക്തമായി കാണുന്നു. ഒപ്പം LDF ക്യാമ്പിന് ആവശ്യമായിട്ട് മുഖ്യമന്ത്രിയുടെ പ്രചാരണം തുടരുകയും ചെയ്യുന്നു. ഒപ്പം അൻവറിന് പിന്തുണയുമായി യൂസഫ് പഠാനും എത്തുന്ന ഏത് തരത്തിലാണ് ഇന്നത്തെ ദിവസത്തെ പ്രചാരണങ്ങൾ ഈ മഴയെല്ലാം മറികടന്നുകൊണ്ട് നിലമ്പൂരിൽ പുരോഗമിക്കുന്നത്? ഹലോ വി അരുൺ നിലമ്പൂരിൽ നിന്ന് നമുക്കൊപ്പം ചേരുകയാണ്. ഇന്ന് പ്രധാനമായിട്ടും പ്രിയങ്ക ഗാന്ധി UDF ക്യാമ്പിന് ആവേശമായിട്ട് നിലമ്പൂരിൽ എത്തിയിരിക്കുന്നു. റോഡ് ഷോയിൽ പ്രിയങ്ക നയിക്കുന്ന റോഡ് ഷോയിൽ വലിയ തരത്തിൽ പ്രവർത്തകരുടെ ആവേശം, മഴ പോലും മറികടന്നുകൊണ്ടുള്ള പ്രവർത്തകരുടെ പങ്കാളിത്തം ദൃശ്യങ്ങളിൽ നിന്ന് നമുക്ക് കാണാം. കുടകളേന്തി വിവിധ പതാകകൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ലീഗിന്റെയും UDF-ലെ വിവിധ പാർട്ടികളുടെയും എല്ലാം പതാകകൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ടുള്ള പ്രചാരണം നടക്കുന്നു. അതേസമയത്ത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പ്രചാരണം തുടരുകയാണ് മണ്ഡലത്തിൽ. ഒപ്പം PV അൻവറിന് പിന്തുണയുമായി യൂസഫ് പഠാനും. രണ്ട് റോഡ് ഷോകളാണ് ഇപ്പോൾ നിലമ്പൂർ നഗരത്തെ, നിലമ്പൂർ മണ്ഡലത്തെ ഇളക്കി മറിക്കുന്നത്. ഒന്ന് പ്രിയങ്ക ഗാന്ധി, വയനാട് MP കൂടിയ പ്രിയങ്ക ഗാന്ധിയുടെ റോഡ് ഷോയാണ് കോൺഗ്രസ് പ്രവർത്തകർക്ക് അത്യന്തം ആവേശമായി പുരോഗമിക്കുന്നത്. രണ്ടിടത്താണ് പ്രിയങ്ക ഗാന്ധിയുടെ റോഡ് ഷോ. വലിയ പങ്കാളിത്തം, പ്രവർത്തക പങ്കാളിത്തം റോഡ് ഷോയിൽ ഉണ്ടായിരുന്നു. പ്രവർത്തകരെ ആവേശം കൊള്ളിച്ച സർക്കാരിനെതിരെ വിമർശനം ഉന്നയിച്ചാണ് പ്രിയങ്കയുടെ റോഡ് ഷോ പുരോഗമിക്കുന്നത്. മറുഭാഗത്ത് PV അൻവർ, സ്വതന്ത്ര സ്ഥാനാർത്ഥി PV അൻവറിന്റെ മുൻ നിലമ്പൂർ MLA-യുടെ റോഡ് ഷോയും അക്ഷരാർത്ഥത്തിൽ മുന്നണികളെ ഞെട്ടിക്കുന്ന തരത്തിലുള്ള ആൾക്കൂട്ടമാണ് ഇതിലുണ്ടായിരുന്നത്. വലിയ പങ്കാളിത്ത, പ്രവർത്തക പങ്കാളിത്തമുണ്ട്. യൂസഫ് പഠാൻ, മുൻ ഇന്ത്യൻ ക്രിക്കറ്റ് താരം, തൃണമൂൽ MP യൂസഫ് പഠാനാണ്. സ്വതന്ത്ര സ്ഥാനാർത്ഥിയാണെങ്കിൽ തൃണമൂലിന്റെ പൂർണ്ണ പിന്തുണ PV അൻവറിനുണ്ടെന്ന് വ്യക്തമായിക്കൊണ്ട് യൂസഫ് പഠാനാണ് റോഡ് ഷോ നയിച്ചത്. കോടതിപ്പടി മുതൽ വഴിക്കടവ് വരെ കിലോമീറ്ററുകൾ നീളുന്ന റോഡ് ഷോ ഇപ്പോൾ പകുതി ദൂരം മാത്രമാണ് പിന്നിട്ടിരിക്കുന്നത്. വലിയ ആവേശത്തോടു കൂടി പ്രവർത്തകർ PV അൻവറിന് വേണ്ടിയും അണിനിരക്കുന്നു. യൂസഫ് പഠാനെ കാണാൻ റോഡിന്റെ ഇരുവശത്തും ആളുകൾ വലിയ രീതിയിൽ തടിച്ചുകൂടുന്നു. നിലമ്പൂരിന്റെ പിച്ച് അനുകൂലമാണ്. അത് PV അൻവറിന്റെ ബാറ്റിംഗിന് അനുകൂലമാണ്. അദ്ദേഹം മാൻ ഓഫ് ദ മാച്ച് ആകുമെന്ന പ്രതികരണം നടത്തിക്കൊണ്ടാണ് യൂസഫ് പഠാന്റെ റോഡ് ഷോ മുന്നോട്ട് പോകുന്നത്. ഇടതുമുന്നണിയാകട്ടെ, മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പൊതുയോഗങ്ങളാണ്, റാലികളാണ് ഏറ്റവും അവരുടെ ആകർഷണീയത. മുഖ്യമന്ത്രി ഇന്ന് അല്പസമയത്ത് ഇപ്പോൾ നടക്കുന്ന പരിപാടിയോടുകൂടി മുഖ്യമന്ത്രിയുടെ ഇന്നത്തെ ഈ മണ്ഡല പര്യടനം അവസാനിക്കുകയാണ്. വലിയ പ്രവർത്തക പങ്കാളിത്തമാണ് എല്ലായിടത്തും മുഖ്യമന്ത്രിയുടെ റാലികൾക്കുണ്ടായിരുന്നത്. പോത്തുകലിൽ M സ്വരാജിന്റെ ഇടതു സ്ഥാനത്ത് നാട്ടിൽ വലിയ ആൾക്കൂട്ടമായിരുന്നു. മറ്റിടത്തും വലിയ ആവേശത്തോടെ പ്രവർത്തകർ റോഡ് ഷോ ഏറ്റെടുക്കുന്നു. അങ്ങനെ BJP അവരുടെ സംസ്ഥാന അധ്യക്ഷനെ ഇറക്കിയാണ് പ്രചരണത്തിന് നേതൃത്വം നൽകുന്നത്. അങ്ങനെ മൂന്ന് മുന്നണികളും അതുപോലെ അൻവറും വലിയ ആവേശത്തോടുകൂടി, വലിയ സർവ്വസന്നാഹങ്ങളോടുകൂടി തെരഞ്ഞെടുപ്പ് രംഗത്ത് അവസാന ദിവസങ്ങളിൽ, ഈ പരസ്യപ്രകടനത്തിന് അവസാന ദിവസങ്ങളിൽ അതിശക്തമായ പോരാട്ടം കാഴ്ചവെക്കുകയാണ്. മൂന്ന് പേർക്കും വിജയപ്രതീക്ഷയുണ്ട്. PV അൻവർ ഈ മുന്നണികളെയൊക്കെ മറികടന്ന് വിജയിക്കാം, നിലമ്പൂരിന്റെ സുൽത്താനായി താൻ വീണ്ടും വരുമെന്ന അവകാശവാദവുമായി PV അൻവറുമുണ്ട്. അങ്ങനെ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് അതിൻ്റെ കൊട്ടിക്കലാശത്തിന് മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കുമ്പോൾ എല്ലാ ആവേശത്തിലേക്കും കടക്കുകയാണ്. എല്ലാ അസ്ത്രങ്ങളും, എല്ലാ ആയുധങ്ങളും എടുത്തു പ്രയോഗിക്കുന്നു മുന്നണികളും മറ്റ് സ്ഥാനാർത്ഥികളും. താരപ്രചാരകരെ അണിനിരത്തി ജനങ്ങൾക്ക് കഴിയാവുന്ന വാഗ്ദാനങ്ങളും ഒക്കെ നൽകി രാഷ്ട്രീയ വിഷയങ്ങളും അതുപോലെ തന്നെ സാമുദായിക വിഷയങ്ങളും ജനകീയ വിഷയങ്ങളും ഒക്കെ ഉയർത്തിക്കാട്ടിയാണ് മുന്നണികളുടെ പ്രചരണം മുന്നോട്ട് പോകുന്നത്. വി അരുൺ നിലമ്പൂരിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.